പാർട്ടി പത്മവ്യൂഹത്തിലോ എന്ന ചോദ്യത്തിന് എൻ്റെ ഉത്തരം ഭൂരിപക്ഷ വോട്ടുറപ്പിക്കാനുള്ള CPM-ന്റെ ശ്രമങ്ങൾ പാളിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട് പാർട്ടി CPM-ഉം ശബരിമലയും തമ്മിൽ എന്തോ ഒരു ചേർച്ചക്കുറവുണ്ട്, അല്ലെങ്കിൽ ഇടത് സർക്കാരും ശബരിമലയും തമ്മിൽ എന്തോ ഒരു ചേർച്ചക്കുറവുണ്ട്. അത് പല കാര്യങ്ങളിലായി നമ്മൾ കണ്ടുവരികയാണ്. 2018 യുവതീ പ്രവേശ വിധി നടപ്പാക്കാനുള്ള ഒരു തിടുക്കം, ആ തിടുക്കം കാണിച്ചത് മുതൽ തന്നെ അത് വലിയ രീതിയിൽ പാർട്ടിക്ക് തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം കടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഓരോ വീടുകളിലും ചെന്ന് കയറിക്കൊണ്ട് അത് ഞങ്ങൾക്ക് പറ്റിയ പിഴവാണ് എന്ന് പാർട്ടി നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി ഈ യുവതീ പ്രവേശം നടപ്പാക്കാൻ വേണ്ടി അന്ന് എൻ വാസുവിനെയാണ് ചുമതലപ്പെടുത്തിയത്. പാർട്ടി ഈ പത്മകുമാറുമായാലും എൻ വാസു ആയാലും പാർട്ടിയുമായി എന്നതിനപ്പുറം പിണറായി വിജയനുമായി അടുത്ത ബന്ധമുള്ള രണ്ട് രാഷ്ട്രീയ നേതാക്കളാണ്. ആ രണ്ട് രാഷ്ട്രീയ നേതാക്കൾ അവിടെ ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് എത്തുന്നത് പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ആൾ എന്ന നിലയ്ക്ക് തന്നെയാണ്. എൻ വാസുവും ആ നിലയ്ക്ക് തന്നെയാണ് വന്നത്. എൻ വാസു ഈ പറയുന്ന യുവതീ പ്രവേശ വിധി നടപ്പാക്കുന്ന ഘട്ടത്തിൽ അതിൽ വിശ്വാസിയായ പത്മകുമാർ അതിനോട് എതിർത്തുകൊണ്ട് തന്നെ പരസ്യമായി പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ സർക്കാരിൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നത് അന്നത്തെ കമ്മീഷണറായിരുന്ന എൻ വാസു ആയിരുന്നു. ആ നിലയ്ക്ക് പാർട്ടിയുടെ വിശ്വസ്തനായിരുന്നു എൻ വാസു. 2 തവണ കമ്മീഷണറാകുന്നു നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പറഞ്ഞു. അപ്പോൾ 2 തവണ കമ്മീഷണറായ ഒരാൾ ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നത് നമ്മൾ എൻ വാസുവിൻ്റെ കാര്യത്തിൽ കണ്ടു. പത്മകുമാറിൻ്റെ കാര്യത്തിലും പത്മകുമാർ പിണറായി വിജയനുമായി ഏറ്റവും അടുത്ത നേതാവാണ്. പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുമ്പോൾ ശബരിമലയുമായി അടുത്ത ബന്ധമുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മുൻ തലമുറയിൽപ്പെട്ട ജാനകി അമ്മയാണ് ഹരിവരാസനം എഴുതിയത്. ഹരിവരാസനം നമ്മളെപ്പോഴും കേൾക്കുന്ന പാട്ടല്ലേ ഹരിവരാസനം, അത് എഴുതിയത് ജാനകി അമ്മയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനും അവിടുത്തെ കരാറുകാരനായിരുന്നു. അങ്ങനെ ശബരിമലയുമായി ഏറ്റവും ബന്ധമുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഭൂരിപക്ഷ വോട്ട് ഉറപ്പിക്കാൻ ഒരു പ്രധാനപ്പെട്ട ആൾ തന്നെയായിരുന്നു അവിടെ പത്മകുമാർ എന്നുള്ളത്. പല ഘട്ടങ്ങളിലും പക്ഷേ അദ്ദേഹത്തിന് വലിയ പോസ്റ്റുകളിലേക്ക്, പാർട്ടിയുടെ വലിയ പോസ്റ്റുകളിലേക്ക് എത്താൻ പറ്റില്ല. പാർട്ടി CPM സെക്രട്ടേറിയറ്റ് വരെ, ജില്ലാ സെക്രട്ടേറിയറ്റ് വരെ അദ്ദേഹം എത്തി. അതിനുശേഷം നമുക്കറിയാം വീണ ജോർജുമായുള്ള ബന്ധം, വീണ ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചില എതിരഭിപ്രായങ്ങൾ, വീണ ജോർജ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നതിൻ്റെ എതിരഭിപ്രായങ്ങൾ, അതൊക്കെ വന്ന ഘട്ടത്തിലാണ് അദ്ദേഹം വെറുമൊരു പാർട്ടിക്കാരനായി തുടരുമെന്നുള്ള പരസ്യപ്രതിനൊക്കെ നമ്മൾ കണ്ട. അങ്ങനെ ആ ബന്ധം വഷളായിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് പത്മകുമാറും പിണറായി വിജയനും തമ്മിലുള്ള ഇക്വേഷൻ ആ സമയത്ത് തന്നെ തെറ്റിയിരുന്നു എന്നുള്ളതാണ്. അപ്പോഴേക്കും അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനമൊക്കെ ഒഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഇപ്പോൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് അത്രത്തോളം ബന്ധമുള്ള ഒരാൾ, ശബരിമലയുടെ ഓരോ മുക്കുമൂലയും അറിയുന്ന ആളായിരിക്കുമല്ലോ, അങ്ങനെ ഒരു ആൾ ആദ്യം നൽകിയ പ്രതികരണം, ഞാൻ അവിടെ ചുമതലയേൽക്കുമ്പോൾ അതിൽ സ്വർണ്ണമൊന്നും ഉണ്ടായിരുന്നില്ല, ചെമ്പായിരുന്നു എന്ന് പറയുന്നതാണ്. അപ്പോൾ ചുമതലയേൽക്കുമ്പോൾ മാത്രമല്ല അദ്ദേഹം അവിടെ ഉണ്ടായിട്ടുള്ള, അദ്ദേഹത്തിന് കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും അറിയുന്ന ഒരാളാണ്. അവിടെ സ്വർണ്ണം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് അതിൽ തന്നെ അദ്ദേഹത്തിന് പാളിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം ഈ പറഞ്ഞ ദൈവതുല്യരായി കാണുന്ന പലരുമുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല അത് കടകംപള്ളിയാണെന്ന്. അത് ഒരുപക്ഷെ തന്ത്രിയിലേക്ക് വഴിതിരിച്ചു വിടാനുള്ള ഒരു പ്രതികരണമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ നിൽക്കുന്നു. SIT അന്വേഷണം പോകുന്ന രൂപം നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ആദ്യം അറസ്റ്റിലായവരിൽ നിന്നും മൊഴിയുടെ അടിസ്ഥാനത്തിൽ അടുത്ത അറസ്റ്റിലേക്ക് പോകുന്നു, അടുത്ത ആളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അടുത്ത അറസ്റ്റിലേക്ക് പോകുന്നു. അങ്ങനെ കണ്ണി ചേർത്താണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ എൻ വാസുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പത്മകുമാറിലേക്ക് എത്തിയിരിക്കുന്നത്. അത് ഒരു എന്താ പറയുക, പത്മകുമാറും എൻ വാസും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതായിരുന്നില്ല. അപ്പോൾ ഇനി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മൊഴിയായിട്ട് വേണമെങ്കിൽ പത്മകുമാറിന് പറയാം. പക്ഷേ ഇപ്പോൾ SITയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ആസൂത്രകനാണ്. ആസൂത്രകൻ എന്ന് പറയുമ്പോൾ പത്മകുമാറിൻ്റെ വസതിയിൽ വെച്ചാണ് പോറ്റി ഈ ആലോചനകൾ ഒക്കെ നടത്തിയത് എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. അങ്ങനെയുള്ള കണ്ടെത്തൽ വരുന്ന ഘട്ടത്തിലാണ് എൻ്റെ അടുത്തേക്ക് ദേവസ്വം ബോർഡിലേക്ക് ദേവസ്വം മന്ത്രിയാണ് ശുപാർശ നൽകിയത്. അതായത് ഈ സ്വർണ്ണപ്പാളി നന്നാക്കാൻ കൊടുക്കേണ്ടത് പോറ്റിക്കാണ് എന്ന ശുപാർശ നൽകിയത് ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന മൊഴി നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ പത്മകുമാറിൻ്റെ ചിരി, പത്മകുമാറിൻ്റെ ആത്മവിശ്വാസം ഒരുപക്ഷെ അതായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ചിരിയുടെ അർത്ഥം ഒരുപക്ഷെ ഞാൻ മാത്രമല്ല ഇനിയും ചിലർ കുടുങ്ങാനുണ്ട് എന്നതായിരിക്കുമോ എന്ന് വേണമെങ്കിൽ കരുതാൻ പറ്റും. അപ്പോൾ ആ രൂപത്തിലാണ് ഇപ്പോൾ ഇതിൽ പല നേതാക്കളും നടത്തിയിരിക്കുന്ന പ്രതികരണം. കടകംപള്ളി അന്ന് പറഞ്ഞത് എൻ വാസു വളരെ നല്ലവരാണ്, അതായത് അറസ്റ്റിന് ശേഷം അദ്ദേഹം പറഞ്ഞ പ്രതികരണമാണ്. അപ്പോൾ സംരക്ഷിക്കാനുള്ള ഒരു ത്വര അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം പത്മകുമാർ എന്ന പേരെടുത്ത് പറഞ്ഞുകൊണ്ടല്ല. സ്വർണം, ഒരു തരി സ്വർണം പോലെ, അതിങ്ങനെ റെക്കോർഡ് ചെയ്ത പോലെ എല്ലാ നേതാക്കളും പറയുന്നത്, ഒരു തരി സ്വർണം പോലും അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം പോലും എടുത്തവർ അവർക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകില്ല. ഈ വാചകം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പറയുന്നു അറസ്റ്റിലായി കഴിഞ്ഞാൽ അത് കുറ്റാരോപിതൻ മാത്രം. വളരെ സാങ്കേതികമായിട്ടാണ് ഇതിനോട് പ്രതികരിക്കുന്നത്. അറസ്റ്റിലായത് കുറ്റാരോപിതൻ മാത്രമാണ് എന്ന് പറയുന്നത് പാർട്ടിയുമായി ഇപ്പോൾ നല്ല ബന്ധത്തിലല്ലാത്ത പത്മകുമാറിനെ പ്രകോപിപ്പിക്കാതിരിക്കാനാണ് വിചാരിക്കുന്നത്. അങ്ങനെ പ്രകോപിപ്പിക്കാതിരുന്നാൽ മാത്രമേ അദ്ദേഹത്തെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രതികരണം നടത്തിയത്.
14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ പത്മകുമാറിനെ ഇനി പത്മകുമാറിൽ നിന്നും അടുത്ത ആളിലേക്ക് മുകളിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു പ്രതിരോധം തീർത്തുകൊണ്ടാണ് ആ പ്രതികരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ക്യാപ്സൂൾ മതിയാകില്ല, എല്ലാ ഘട്ടത്തിലും ഞങ്ങൾക്കിതിലൊരു പങ്കുമില്ല, പാർട്ടി തുറന്ന പുസ്തകമാണ് എന്നൊക്കെ രൂപത്തിൽ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്നതാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. ഈ ഭൂരിപക്ഷ വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് അതെങ്ങനെയൊക്കെ പൊളിഞ്ഞു എന്നുള്ളത് നമ്മൾ പല ദിവസം ചർച്ച ചെയ്തതാണ്. അതിലെ ജനപ്രാതിനിധ്യം കൊണ്ടല്ല, അതിലെ വേദിയിലെ പ്രാതിനിധ്യം കൊണ്ടാണ് വിജയിച്ചത്. അന്ന് വേദിയിലുണ്ടായിരുന്ന സുകുമാരൻ നായരെ ഇപ്പോൾ കാണാനില്ല. സുകുമാരൻ നായരുടെ ഒരു പ്രതികരണവും ഈ പറഞ്ഞ സ്വർണ്ണപ്പാളി അറസ്റ്റിന് ശേഷം നമ്മൾ കണ്ടിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ എന്തൊക്കെയോ പറഞ്ഞ് നടക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സർക്കാരിനെ ഇങ്ങോട്ട് പൂർണ്ണമായിട്ട് ഏൽപ്പിക്കണം എന്നാണ്. ദേവസ്വം ബോർഡ് വേണ്ട, സർക്കാരിനെ ഇങ്ങോട്ട് ഏൽപ്പിക്കണം എന്നുള്ളതൊക്കെയാണ്. അതവിടെ പോട്ടെ. എന്തായാലും വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രതികരണങ്ങൾക്കൊന്നും ഒരക്ഷരവും മിണ്ടാതെ ഏറ്റവും ഒടുവിൽ ഈ എം വി ഗോവിന്ദൻ നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കുഞ്ഞാലിക്കുട്ടി, പി കെ കുഞ്ഞാലിക്കുട്ടി വർഗീയവാദിയാണെന്നാണ്. നമ്മൾ പി കെ കുഞ്ഞാലിക്കുട്ടി വർഗീയവാദിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? വർഗീയ ലഹളകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആ തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ സ്വന്തം സമുദായത്തെ അനുനയിപ്പിച്ച് അവരുടെ ഭാഗത്ത് ഒരു സ്പാർക്ക് പോലും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ നടത്തുന്ന ഒരു നേതാവായിട്ടാണ് നമ്മൾ പി കെ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടിട്ടുള്ളത്. നമുക്ക് ബാബറി മസ്ജിദിൻ്റെ കാലത്തും അറിയാം, ഈ പിന്നെ കോഴിക്കോടുണ്ടായ കലാപത്തിൽ, മാറാട് കലാപത്തിൻ്റെ സമയത്തൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ വർഗീയവാദി എന്ന് വിളിക്കുന്നത് ഭൂരിപക്ഷ വോട്ടുറപ്പിക്കാനാണ്. അത് ഞാൻ പറഞ്ഞത്, ഈ ശബരിമല വഴി ഭൂരിപക്ഷ വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ തരത്തിലും പാളുകയാണ്. ഇത് ഒന്നാമത് മനസ്സിലാക്കേണ്ടത് സ്വർണത്തിൻ്റെ കനമല്ല, സ്വർണത്തിൻ്റെ കിലോ കണക്കല്ല, ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. വിശ്വാസമാണ് അവിടെ പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. അതായത് പാർട്ടിയിൽ ഈ വിഷയത്തിൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇടത് സർക്കാരിൽ വെച്ചിരിക്കുന്ന വിശ്വാസമാണ് തകർന്നിരിക്കുന്നത്. അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൽ പാർട്ടിയിലെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ എന്തൊക്കെ പറഞ്ഞാലും എൻ വാസു ഇപ്പോൾ പാർട്ടിയുടെ ആരുമല്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. എൻ വാസു വന്നതും എൻ വാസുവിന് എല്ലാ ചുമതലകളും ലഭിച്ചതും പാർട്ടിയുടെ ആളായിട്ട് തന്നെയാണ്. ഇപ്പോൾ ചുമതലയുണ്ട് എന്നുള്ളത്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ ഒരു അംഗത്തെക്കുറിച്ചാണല്ലോ. ഇന്ന് രാജു എബ്രഹാം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് കേട്ടോ. ഗവൺമെൻറ് നിലപാട് CPM, ഗവൺമെൻറ് നിലപാട് സർക്കാർ, പാർട്ടി നിലപാട് CPM പറയുന്നുണ്ട്. SIT അന്വേഷണത്തിൽ ഇടപെടില്ല എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്നത് ഉദ്യോഗസ്ഥരുള്ളവരായാലും രാഷ്ട്രീയ രംഗത്തുള്ളവരായാലും സഹായിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയ രംഗത്തുള്ള ആരൊക്കെയോ കുറിച്ച് സൂചനകൾ കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും രാജു എബ്രഹാമിൻ്റെ പ്രതികരണം അതായിരുന്നു. എന്തായാലും വലിയ പ്രതിരോധത്തിലാകുന്ന ഒരു വിഷയം തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഭൂരിപക്ഷ വോട്ടുറപ്പിക്കാനുള്ള അവസാന ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളാപ്പള്ളിയുടെ വർഗീയത അങ്ങനെ നടന്നു പോകട്ടെ എന്ന് കരുതുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്, ഈ അറസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നത്. ഇതിവിടം കൂടി നിൽക്കില്ല എന്നുള്ള സൂചനകൾ നമ്മുടെ പ്രതിനിധികൾ തന്നെ വിവരങ്ങളായി തന്നുകൊണ്ടിരിക്കുകയാണ്. കടകംപള്ളിയിലേക്ക് എത്തുകയാണെങ്കിൽ വലിയ പ്രശ്നമാകും. പാർട്ടിയെ സംബന്ധിച്ച് വലിയ പത്മവ്യൂഹത്തിൽ തന്നെയാണ്. പിണറായി വിജയൻ ഒരു തരത്തിലും പ്രതികരിക്കുന്നില്ല. പാർട്ടി സെക്രട്ടറി പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി അത് കേരള ഘടകം വിശദീകരിക്കുമെന്നും പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൂർണ്ണമായും പാർട്ടി പ്രതിരോധത്തിലാണ് അല്ലെങ്കിൽ പത്മവ്യൂഹത്തിലാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.